അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷിക പ്രതിനിധി സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സംവിധാനങ്ങളൊക്കെ വരുന്നതിനൊപ്പം തന്നെ സംഘടനാപരമായ ഒരു തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ് 2026. അപ്പൊ നമ്മുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചോളം 2026 ഓരോ യൂണിറ്റിയും നയിക്കേണ്ട ആളുകളാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്ന പഞ്ചായത്ത് തരത്തിലുള്ള ഇലക്ഷൻ ആണെങ്കിലും നമ്മുടെ പ്രാധാന്യം എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി നമ്മുടെ നിലപാടുകൾ പറയാനും നമ്മളോട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനും ഏറ്റവും പറ്റിയ അവസരമാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ വരും. അപ്പൊ ഇവിടെയാണ് സംഘടനയെ സംബന്ധിച്ചുള്ള സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിനോടൊപ്പം തന്നെ നമുക്ക് പ്രാദേശിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. ലൈസൻസ് പരമായി പഞ്ചായത്തുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കിട്ടേണ്ട നമുക്ക് ഏറ്റവും അധികം കിട്ടേണ്ട ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നീട്ടിക്കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ നമ്മളൊരു സംഘടിത ശക്തിയാണെന്നും ഒരു സംഘടന ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അതിനോടൊപ്പം അത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി നമ്മൾ നടത്തേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഇങ്ങനെയുള്ള യോഗങ്ങളിലൊക്കെ. അപ്പൊ നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായി നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരാനിരിക്കുന്നത് ഇപ്പൊ സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പൊ നടപ്പിലാക്കിയ റീടെസ്റ്റ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അമിതമായ ഫീസ്, എത്ര ഇരട്ടിയെന്ന് ചോദിച്ചാൽ 8 ഇരട്ടിയിലധികം ഫീസ് വർധനമാണ് ഇപ്പൊ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പത്രമാധ്യമങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും റെഡിയായി. നമുക്ക് പൊളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ നാട്ടിൽ റെഡിയായി. അപ്പൊ പൊളിക്കണമെങ്കിൽ ആരും കൊണ്ടേ കൊടുക്കണം? ജനങ്ങൾ പൊളിക്കാൻ കൊണ്ടേ കൊടുക്കണം, അല്ലെ? ജനങ്ങൾ പൊളിക്കാൻ കൊണ്ടേ കൊടുക്കാൻ വെറുതെ കൊണ്ടേ കൊടുക്കില്ലല്ലോ. അപ്പൊ ജനങ്ങൾ പൊളിക്കാൻ കൊണ്ടേ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഈ അമിത ഫീസ് വർധനയിലൂടെ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അപ്പൊ അമിത ഫീസ് വർദ്ധിപ്പിച്ചാൽ എന്ത് നടക്കും? ആളുകൾ ഇത് ഒഴിവാക്കി എങ്ങനെയെങ്കിലും വാഹനം എവിടെ കൊണ്ടേ കൊടുക്കും? പൊളിക്കുന്ന കേന്ദ്രത്തിൽ കൊണ്ടേ കൊടുക്കും. അപ്പൊ ഇതിന്റെ വരുമാനം എടുക്കുക. ഇതിന്റെ വരുമാനം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞല്ല, 70,000 എത്ര കോടിയാ? കോടിക്കണക്കിന് രൂപ എവിടെ വരും? സർക്കാരിലേക്ക് വരും. 70 ലക്ഷത്തോളം ആളുകൾക്ക് ജോലി കിട്ടുന്നൊക്കെ പറയുന്നു. പൊളിച്ചാൽ എങ്ങനെ ജോലി കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ അതിനേക്കാളും അനേകമായിരം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ജോലി പൊളിക്കലിലൂടെ ജോലി കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഈ തൊഴിൽ മേഖല വരാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയ പ്രതിസന്ധിയല്ല. ഇത് കൃത്യമായി ബോധ്യം നമുക്കുണ്ടാവണം. പലരുടെ ബോധ്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളുടെ ശരിക്കും പറഞ്ഞ കടക്കടിയിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, സർക്കാർ വീടുവെക്കാൻ കാശ് കൊടുക്കും. എത്ര വീടുവെക്കാൻ കാശ് കൊടുക്കുക? ഒരു 5 ലക്ഷം രൂപ കൊടുക്കും, 4 ലക്ഷം രൂപ കൊടുക്കും. അതുകൊണ്ട് വീടാവില്ല. അപ്പൊ അദ്ദേഹം ചെയ്യണം, വീട് വലിയൊരു പലിശയ്ക്ക് പോകണം. ആരാ പോകുന്നത്? സാധാരണക്കാരൻ വീടുള്ള വീട് പൊളിച്ച് വലിയ പലിശയ്ക്ക് പോകും. സ്വാഭാവികമായും എല്ലാ കാലത്തും പലിശ അടക്കലാണ് പണി. ഇതുപോലെയാണ് ഇനി നിലവിലുള്ള വാഹനങ്ങൾ പൊളിക്കുമ്പോ ഒരു വാഹനം പൊളിച്ചാൽ അവർക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് സർക്കാരിന്റെ വക, ഇത്ര ശതമാനം കോംപ്ലിമെന്റ് കിട്ടും. ആ ശതമാനം കഴിഞ്ഞിട്ട് അവർക്ക് എളുപ്പത്തിൽ ലോൺ കൊടുക്കും. ആര്? ബാങ്കുകാര്. പിന്നെ എന്താ, ഈ കൊടുത്ത എല്ലാ സബ്സിഡി എവിടെ പിടിക്കും? ഈ ലോണിലൂടെ ആവും. അവൻ ജീവിതകാലം മുഴുവൻ എന്താവും? ഒരു കടങ്കാരനായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്.
വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഏത് രംഗത്തായാലും വർക്ക്ഷോപ്പ് കൂട്ടായ്മ എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജൻ തിരുവാഴിയോട് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിശ്വംഭരനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി സി ജയൻ, ട്രഷറർ ഷാഹുൽ ഹമീദ്, വൈസ് പ്രസിഡന്റ് രാമദാസൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാജീവ്, ഷെരീഫ്, മേഖലാ സെക്രട്ടറി മണികണ്ഠൻ, ട്രഷറർ കൃപ, വൈസ് പ്രസിഡന്റ് സുജീഷ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി സലീം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു.